حبيباയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഫിൽ ജന്നതി ഖസ്റൻ സുമാഹു റജബൻ ലാ തദ്ഖുലുഹു ഇല്ലാ സുവാമു റജബിൻ മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിൽ ഒരു മണിയറയുണ്ട്, കൊട്ടാരമാണ്. ഇന്ന ഫിൽ ജന്നതി ഖസ്റൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള പുഴയെ കുറിച്ച്, ആ പുഴയുടെ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ഒരു മണിയറയുണ്ട്, ഒരു കൊട്ടാരമുണ്ട്. സുമാഹു, അതിന്റെ പേര് തന്നെ റജബ്, റജബ് എന്നാണ്. കൊട്ടാരത്തിന്റെ പേര് തന്നെ റജബ് എന്നാണ്. ആ കൊട്ടാരത്തിൽ കടക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ അവരാരാണ്? അതിൽ കടക്കുന്നത് ഇല്ലാ സുവാമു റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് കടക്കാനും സുഖിക്കാനും സന്തോഷിക്കാനും അല്ലാഹു തആല അവസരം ഒരുക്കുന്ന ഒരു കൊട്ടാരമാണ് സ്വർഗത്തിൽ. റജബ് എന്ന പേര് അറിയപ്പെടുന്ന ഒരു കൊട്ടാരം. അല്ലാഹു അതിൽ കടക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. പോലെ നോമ്പെടുക്കണം, റജബിനെ നോമ്പെടുക്കണം. ഇപ്പോൾ കുറച്ചെങ്കിലും 2-3 നോമ്പെങ്കിലും റജബ് ഇടപാടുന്നതിന് മുമ്പ് പിടിക്കാൻ നമുക്ക് പറ്റണം. അൽഹംദുലില്ലാഹ് നമ്മുടെ ആമീന് ജാവത്തുണ്ട്. സ്വർഗത്തിന്റെ കൊട്ടാരം എറണാകുളത്ത് പോയി ടൂരും എന്താ അതിന് കടക്കാൻ എന്തോ സന്തോഷം. എത്ര കുട്ടികൾ മദ്രസന്റെ വിദ്യാർത്ഥികൾ, സ്കൂളിന്റെ വിദ്യാർത്ഥികൾ ടൂറിന് വന്നിട്ട് അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, കാണുന്ന സ്ഥലം. വാങ്ങാൻ എന്തോ ഇങ്ങനെ ചുറ്റിക്കാൻ കാണാൻ തന്നെ ഭയങ്കരമായ ആളുകൾ. എവിടെ? ദുനിയാവിൽ നമ്മുടെ രാജ്യത്തിലുള്ള സംസ്ഥാനത്തിലുള്ള ചെറിയൊരു കട്ടിയാണ്, ഒരു കസറാണ്, ഒരു ബിൽഡിംഗാണ്. സ്വർഗത്തിന്റെ ഹൈപ്പർ മാർക്കറ്റുകളും അവിടുത്തെ സംവിധാനങ്ങളും എന്തായിരിക്കും? കിടക്കണ്ടേ? പൈസ ഉണ്ടായാൽ കിടക്കാൻ പറ്റൂല, നോമ്പൊടിക്കണം. റജബിന്റെ പുണ്യ ദിവസത്തിൽ കുറച്ച് നോമ്പ് സുഭാവം വന്നതാണ്. ഇന്നലെ പറഞ്ഞ റജബിന്റെ ഒരു ദിവസം പിടിച്ചാൽ ആ വെള്ളം കുടിക്കാൻ പറ്റൂല. ഇന്നലെ പറഞ്ഞ റജബിന്റെ ഒരു ദിവസം നോമ്പൊടിച്ചാൽ ആ വെള്ളം കുടിക്കാൻ പറ്റും. ഇത് പറഞ്ഞ് സുഭാവം കുറച്ച് ജാസ്തി കുടിക്കണം. റജബിന്റെ കുറച്ച് നോമ്പുകൾ ഒരാൾ പിടിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ആ ബിൽഡിംഗ് അതിൽ കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന വലിയ ബർക്കത്താണ്. റജബിന്റെയും റമദാനിന്റെയും പഞ്ചാക്ഷരം റജബ്, റമദാൻ, എന്താ മാന്മാരിന്റെ രഹസ്യം പറഞ്ഞത്? എന്താ? റജബ് എന്ന് പറഞ്ഞാൽ അത് റഹ്മത്താണെന്നാണ്. റമദാനും റഹ്മത്താണെന്നാണ്. റജബ് റഹ്മത്താണ്, റമദാൻ അതും റഹ്മത്താണ്. പക്ഷേ റമദാനിന്റെ ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഈ റജബിന്റെ റഹ്മത്ത് കിട്ടണം. ഇവിടെ ടോക്കൺ എടുത്താലേ അവിടെ സീനി കിട്ടും. അല്ലേ? ഇപ്പൊ സീനിയർ ആദ്യമേ സീനി ഉണ്ട്, വെറുതെ കിട്ടൂല. പൈസ ഫസ്റ്റ് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്താല് പിന്നെ സീനി കിട്ടും. അതുപോലെ ഈ റജബിന്റെ റഹ്മത്ത് ഞങ്ങൾ കൈപ്പറ്റിയാൽ അൽഹംദുലില്ലാഹ് റമദാനിന്റെ റഹ്മത്ത് ധാരാളമായി അല്ലാഹു നമുക്ക് ചൊരിച്ചു തരുന്നതാണ്. അങ്ങനെയാണ് റജബിൽ എന്ത് സംഭവിച്ചു? റജബില് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നു വരാൻ, റമദാനിലോ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. റജബിൽ എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ ഏറ്റവും വലിയ 2 മോചനത്താണ്. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഇസ്ലാമിയാണ്. ഇസ്ലാമിയാണ് എപ്പോൾ സംഭവിച്ചു? റജബിലാണ്. അതെന്താ? ഞങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോയതാണ്. റജബിൽ താഴത്തെ മുകളിലേക്ക് പോയി. റമദാനിലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. എന്താണ് റജബും റമദാനുള്ള ബന്ധം? വെറുതെ ഇങ്ങനെ കുത്തിരുന്നൊരു കാര്യമില്ല. റജബില് ഒരുപാട് റഹ്മത്ത് കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാക്കിയാൽ അൽഹംദുലില്ലാഹ് റമദാനിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആ റഹ്മത്ത് കിട്ടുന്ന ഭാഗ്യവന്മാരിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിവിന്റെ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി നമ്മുടെ നാവുകൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ഓരോ കാര്യങ്ങളും ഹറാമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നതിൽ നിന്നിട്ട് നാം നിയന്ത്രിക്കാം. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവന്നെയാണ്. നമ്മുടെ നാവ്, നമ്മുടെ സംസാരം, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, ചെറിയ ഒരു വാക്കുകൊണ്ട് നമ്മുടെ വലിയ അമലുകൾ മുഴുവനും ഡിലീറ്റായി പോകുന്ന, അല്ലാഹുവിന്റെ അടുത്ത് കൂലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാടിലേക്കായിരിക്കും എത്തിപ്പെടണം. പണ്ട് പണ്ഡിതർ ഓതി പിടിക്കുന്ന ആളുകൾ, പണ്ഡിതർ ഓതിയില്ലെങ്കിൽ 10 കിതാബ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ 40 ഹദീസ് എന്ന് പറയുന്ന ഇടയിലൊരു സബ്ജക്ട് 40 ഹദീസുകൾ പുതിയവരുണ്ടാവും. 40 ഹദീസ് പണ്ടത്തെ ആ 10 കിതാബ് പഠിച്ചാൽ വലിയ പണ്ഡിതനായിരുന്നു. കാരണം അതിന് അത്രയാണുള്ളത്. ഇന്ന് ഓതി പഠിച്ചാൽ അതേയുള്ള ഇൽമുകൾ നമുക്ക് കിട്ടൂല. അത്ര ഇൽമുകളുള്ള ഒരു കിതാബ്, ചെറിയ കിതാബാണ്. പണ്ടത്തെ ആളുകളൊക്കെ ഈ ഓതിയത് കിതാബായിരുന്നു. അതിന്റെ 40 ഹദീസ് എന്നിട്ട് ഒരു ഹദീസ് എന്താ
പള്ളിയിൽ ഒരാൾ ദുനിയാവിന്റെ സംസാരങ്ങൾ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? അവന്റെ 40 കൊല്ലത്തെ അമലുകൾ നശിച്ചു പോകുന്നു. ദുനിയാവിൽ വളരെ സംസാരിക്കണ്ട, ദുന്യവിയായ സംസാരം പള്ളിയിൽ വെച്ച് സംസാരിച്ചാൽ എന്താവും? അവന്റെ 40 കൊല്ലത്തിന്റെ അമലുകൾ പൊടിഞ്ഞു പോകുന്നു. നോക്കണ്ട, എല്ലാ വിഷയവും പള്ളിയിൽ തന്നെ, എല്ലാ കാര്യങ്ങളും സംസാരങ്ങളും നമ്മുടെ ഓർമ്മകളും നമ്മുടെ എല്ലാം പള്ളിയിൽ വെച്ചാണ്. ആഖിറത്തിനെ കുറിച്ചും മറ്റുള്ള ദുന്യവിയായ അല്ലാത്ത വിഷയങ്ങളെ കുറിച്ചാണെങ്കിൽ പ്രശ്നമില്ല. ദുനിയാവിന്റെ വിഷയങ്ങൾ, ദുനിയാവിന്റെ ചർച്ചകൾ, ദുനിയാവിന്റെ മറ്റുള്ള വിഷയങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കാൻ ഉള്ളതല്ല. സംസാരിച്ചാലോ നമുക്ക് നഷ്ടമാണ്. നാം ഈ രാവിലെ വന്നിട്ട് പള്ളി നിസ്കരിച്ച നിസ്കാരത്തിന് കൂലി കിട്ടൂല. ഇന്നത്തെ ഒരു കൂലി മാത്രമല്ല, ഒരു സംസാരം കൊണ്ട് 40 കൊല്ലം നാം ചിലപ്പോ ജീവിക്കുന്നത് തന്നെ ഒരു 60 കൊല്ലമായിരിക്കും, 70 കൊല്ലമായിരിക്കും. 2 ദിവസത്തിന്റെ 2 സംസാരം കൊണ്ട് വരാനിരിക്കുന്ന 10 കൊല്ലത്തിന് അവര് നമുക്കില്ലാതെയാവും. ഇതാണ് സൂക്ഷിക്കേണ്ട വിഷയമാണ്, ചില്ലറ വിഷയമൊന്നുമല്ല. അപ്പൊ മറ്റുള്ള വേദികളിലും വീടുകളിലും തെരുവുകളിലും അങ്ങാടികളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നാം സംസാരിക്കുന്ന നമ്മുടെ നാവ് അത് നിയന്ത്രിച്ചില്ലെങ്കിൽ റമദാനിൽ ലഭിക്കേണ്ട ഓഫറുകളും പ്രതിഫലങ്ങളും റഹ്മത്തുകളും നമുക്കത് നഷ്ടപ്പെടുത്തുന്ന. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി അതിനെ നാം സൂക്ഷിക്കേണ്ടവരാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വേണ്ടതുപോലെ നമ്മുടെ നാവ് അള്ളാഹു തന്ന ഓരോ അവയവങ്ങളും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഹറാമായ ചിന്താഗതികളിൽ നിന്ന്, ഹറാമായ വാക്കുകളിൽ നിന്ന് ഒക്കെ സൂക്ഷിക്കാനുള്ള ഈമാനും തഖ്വയും ഇഖ്ലാസും നമുക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ റബ്ബേ. ചെയ്യുന്ന അമലുകൾ മുഴുവനും നീ പൊരുത്തപ്പെടുന്ന അമലുകളാക്കി തരണേ അല്ലാഹ്. അബദ്ധങ്ങളിലോ വിവരമില്ലാതെയോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളെയും ഇബാദത്തുകളെയും നീ തള്ളിക്കളയല്ലേ അല്ലാഹ്. നീ വലിച്ചെറിയല്ലേ റബ്ബേ. നിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഔദാര്യം കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ഈ സദസ്സിലുള്ളവരുമായി പല മുറാദുകൾ പറഞ്ഞു വസിയത്തിനവരാണ്. ഓരോരുത്തരുടെയും ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പലവിധ രോഗങ്ങളെ കൊണ്ട് ബേജാറായ ആളുകൾ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർ വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘായുസ്സുള്ളവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ജോലിയില്ലാതെ ബേജാറായ ആളുകൾ, വിസയുടെ അവധി കഴിഞ്ഞ് ബേജാറായവർ, ഇഖാമയുടെ അവധി കഴിഞ്ഞ് ബേജാറായവർ, ഓരോരുത്തർക്കും വേണ്ട പ്രത്യേകമായ സഹായം യാ അല്ലാഹ് നിന്റെ ഭാഗത്തിൽ നിന്ന് നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. നമുക്ക് വേണ്ട മദതും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ റമദാനുകളിലെ റജബുകളിൽ ശഅബാനുകളിൽ ഞങ്ങളോടൊപ്പം പള്ളികളിലും വീടുകളിലും പരിസരങ്ങളിലും ഒക്കെയും അയൽവക്കക്കാരായ ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മൺമറഞ്ഞു പോയി അല്ലാഹ്. അവരിലാണ് പടച്ചോനെ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, നമുക്ക് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി പരിശുദ്ധമായ റജബിന്റെ പുണ്യ ദിവസങ്ങളിൽ, റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ ധാരാളമായി നീ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ نعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.